ഇന്ന് 11/12/2025. ഞാനിപ്പോൾ ഉള്ളത് ഷൊർണൂരാണ്. നമ്മുടെ പ്രിയപ്പെട്ട ജിമ്മി, എൻ്റെ കൂടെ സുധീറും സഫ്വാനൊക്കെ ഉണ്ട്. ജിമ്മിനെ കാണണം, അവന് ഭക്ഷണം കൊടുക്കണം, അവൻ്റെ കീമോ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് നോക്കണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ വീഡിയോ ഞാൻ ജിമ്മി ഫാൻസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഇവൻ അവിടുത്തെ ഡോഗാണ്. 15 വർഷമായിട്ട് റെയിൽവേ സ്റ്റേഷനിലാണ്. സ്നേഹനിധിയാണ്. ജിമ്മിനെ സ്പോട്ട് ചെയ്തു കേട്ടോ. ആ കിടക്കുന്നതാണ് ജിമ്മി. പോയി നോക്കാം. 1 മാസമായി അവനെ കണ്ടിട്ട്. നോക്കാം അവൻ്റെ റിയാക്ഷന്. പാവാണ് ജിമ്മി, സ്നേഹനിധിയാണ്. ജിമ്മിക്കുട്ടാ, നോക്കടാ, ആരാ വന്നിക്കണ്? നോക്ക്, കണ്ണ് തുറന്ന് നോക്ക്. കണ്ടില്ലേ, ഇതാണ് സ്നേഹം, അൺകണ്ടീഷണൽ ലവ്. ഈ സ്നേഹത്തിന് പകരം വയ്ക്കാൻ വേറൊരു സ്നേഹമില്ല. കാരണം എന്താ വെച്ചാൽ മിണ്ടാപ്രാണികൾക്ക് ഞാൻ കൊടുക്കുന്നത് 100% അവരുടെ സ്നേഹം. മനുഷ്യരാണെങ്കിൽ ഒരു 40% മാത്രമേ വരുള്ളൂ. ജിമ്മിക്ക് സന്തോഷമായി. ജിമ്മിൻ്റെ കൂടെയുള്ളത് അവൻ്റെ ഗേൾഫ്രണ്ടാണ്. എപ്പോഴും കൂടെ ഉണ്ടാവും. ജിമ്മി പരിപൂർണ ആരോഗ്യവാനാണ്. അവൻ്റെ ക്യാൻസർ മാറിയിട്ടോ. 4 കീമോ ചെയ്തപ്പോൾ എല്ലാം പോയി. ഇപ്പോൾ ഫുൾ ഹെൽത്തിയാണ്. കണ്ടില്ലേ എൻ്റെ കൂടെ ഓടിക്കളിക്കുന്നത്. ഞാൻ പോകുമ്പോൾ അവന് സങ്കടമാണ്. സാരമില്ല, എന്നാലും ഞാൻ വിട്ടിട്ട് പോകുന്നത് എന്താ വെച്ചാൽ അവൻ്റെ ഫ്രണ്ട്സ്, അവനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഈ റെയിൽവേ സ്റ്റേഷനിലുണ്ട്. അവൻ എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ അവരെന്നെ വിളിക്കും. ആ സമയം ഞാൻ അവനെ കൂട്ടിക്കൊണ്ടുപോകും. അവനെ കാണാൻ വന്നപ്പോൾ ഞാൻ ഫുഡ് കരുതിയിരുന്നു കേട്ടോ. ഗീ റൈസും ചിക്കൻ പീസുമാണ്. ചിക്കനാണ് അവൻ്റെ ഫേവറേറ്റ്. റൈസ് വല്ലാതെ ഇഷ്ടമില്ല. എന്താണെങ്കിലും വലിയ സന്തോഷം. നമ്മുടെ ശിവേട്ടൻ പറഞ്ഞു അവന് പരിപൂർണ ആരോഗ്യവാനാണെന്ന്. എപ്പോഴും ഹെൽത്തി ആയിരിക്കട്ടെ. എൻ്റെ കാവല്, എൻ്റെ സ്നേഹം എപ്പോഴും അവൻ്റെ മേലുണ്ടാവും. ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ വരും. അവസാനം തിരിച്ചു പോയപ്പോൾ കാണാതെ പോയത്. കണ്ടു കഴിഞ്ഞാൽ അവൻ ട്രെയിനിൻ്റെ ബാക്കിൽ ഓടും. ജിമ്മിക്കുട്ട, നിന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സോഷ്യൽ മീഡിയയിൽ. നിൻ്റെ വിശേഷങ്ങൾ അറിയാൻ ഒരുപാട് ആൾ കാത്തിരിക്കുന്നുണ്ട്. എല്ലാവരോടും നിൻ്റെ അന്വേഷണം പറയാട്ടോ. ഈ ഭൂമിയിൽ ഒരുപാട് ആളുകൾ മിണ്ടാപ്രാണികളെ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ അവരെ വെറുക്കുന്നവരുമുണ്ട്. വെറുക്കുന്നവരോട് ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ, കല്ലെടുത്തെറിയരുത്. അവരെ കാണുമ്പോൾ അല്പം വെള്ളം, കുറച്ച് ഭക്ഷണം, അത് മതിയെന്നേ. അവരും ജീവിച്ചോട്ടെ ഈ ഭൂമിയിൽ. അവർക്കും കൂടെ ജീവിക്കാനുള്ളതല്ല.